മെട്രോ മെഡിക്കൽ സെന്റർ നോമ്പുകാല ആരോഗ്യ സംരക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അജ്മാനിലെ മെട്രോ മെഡിക്കൽ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും ഒപ്പം തന്നെ പ്രശസ്തനായ പീഡിയാട്രീഷ്യനുമായിട്ടുള്ള ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കറാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നോമ്പിൻ്റെ അവസാനം ഒരു വീക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒത്തിരി പേർക്ക് അറിയാമെങ്കിൽ കൂടിയും ചിലർക്കും ഇപ്പോഴും എന്താണെന്ന് അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ നോമ്പ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നോമ്പ് നമ്മൾ റമദാൻ മാസത്തിൽ വിശ്വാസികൾ നോമ്പെടുക്കുന്നു. ഇത് അവരോട് മതപരമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒന്നാണത്. അതുകൊണ്ടാണ് നോമ്പെടുക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാൽ, ഇത് അതുകൊണ്ട് ഈ നമുക്കറിയാം മറ്റ് മതങ്ങളിലും ഇതേപോലുള്ള വ്രതങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ 40 നോമ്പ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോഴും ഈസ്റ്ററിൻ്റെ മുമ്പുള്ള നോമ്പ് ആ വ്രതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈസ്റ്ററോടുകൂടി അത് അവസാനിക്കും. അതേപോലെ ഹിന്ദു മതത്തിലും നമുക്ക് ആഴ്ചയിലും 2 ആഴ്ചയിലും ഒക്കെയുള്ള വ്രതം നമുക്ക് പരിചിതമാണ്. അപ്പോൾ എല്ലാ മതത്തിലും ഇതേപോലെ വ്രതം നോക്കുക എന്നുള്ളത് ഒരു അനുഷ്ഠാന കർമ്മമാണ്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ നോമ്പിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ വ്രതത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ, അതിൽ ആഹാര രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില മതത്തിലാണെങ്കിൽ ചില ആഹാര സാധനങ്ങൾ കഴിക്കില്ല, അല്ലെങ്കിൽ ചില കുറച്ച് നിശ്ചിത സമയത്ത് കഴിക്കില്ല. അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ റമദാൻ മാസത്തിലും നമ്മൾ ചെയ്യുന്നത് ഒരു നിശ്ചിത സമയത്ത് ആഹാരപാനീയങ്ങൾ ഇല്ല, ഒന്നും കഴിക്കുന്നില്ല, പുക വലിക്കുന്നില്ല. ഇത് മാത്രം പോരാ, നമ്മളുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും ഒക്കെ നമ്മൾ മിതപ്പെടുത്തേണ്ടത്, നന്നാക്കേണ്ടതുണ്ട്. അപ്പോൾ സമൂലമായിട്ടുള്ള ഒരു സംശുദ്ധിയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിൽ ആരോഗ്യത്തെ പറ്റിയിട്ട് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനതിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ രീതിയിൽ നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ, ശരിയായ രീതിയിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ മിതമായി ഭക്ഷണം കഴിക്കുക. 2 ഭക്ഷണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സുഹൂർ, ഒന്ന് ഇഫ്താർ. സുഹൂർ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ്, ഡോൺ, ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതേ സമയത്ത് തന്നെ ഇഫ്താർ, നോമ്പ് തുറ, നോമ്പ് വിടുന്ന സമയത്തുള്ള ഭക്ഷണം. ഇത് രണ്ടും നമ്മൾ മിതമായി ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? നമ്മൾ ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടത്, നമ്മൾ കുറേ മണിക്കൂറോളം, ഏകദേശം 14 മണിക്കൂർ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്ഷണം അതിൽ കുറേ നേരം നമ്മൾ ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ നിൽക്കുകയും നമുക്ക് ഒരു സ്ലോ ആയിട്ട് ഗ്ലൂക്കോസ് നൽകുകയും അതേപോലെ തന്നെ നമുക്ക് വെള്ളം നൽകുകയും ചെയ്യുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അത് പ്രധാനമായിട്ടുള്ള എന്താ, ഫൈബർ ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് ഹോൾ വീറ്റ്, ഹോൾ റൈസ്, അതായത് തവിടോടുകൂടി അരി, അതേപോലെ തന്നെ ബ്രെഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഹോൾ ബ്രെഡ്, കുബ്സ് കഴിക്കുന്നവരാണെങ്കിൽ ബ്രൗൺ കുബ്സ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കേണ്ടത്. പിന്നെ കുറേ സാലാഡ്, വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണം. ഇതിലൊക്കെ ഫൈബർ ധാരാളമുണ്ട്. ഇത് നമ്മുടെ ആമാശയത്തിൽ നിന്ന്, സാധാരണ ഭക്ഷണം നമ്മുടെ വായിൽ നിന്ന് അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുമ്പോൾ ഒരു 3-4 മണിക്കൂർ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിൽ, വിശപ്പിൻ്റെ ആ ഒരു സമയം, ആ ഒരു ദൈർഘിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണം, അത് സ്ലോ ആയിട്ട് ഗാസ്ട്രിക് എംപ്റ്റിങ് എന്ന് പറയും, ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകുന്ന ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ആഹാരം, ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കണം. അതാണ് നമ്മൾ സുഹൂറിൻ്റെ സമയത്ത് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് എന്താണ് കഴിക്കേണ്ടത്? നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് പെട്ടെന്ന്, അതായത് നമ്മളെ ജലാംശം, 2 കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു, പിന്നെ നമ്മുടെ ജലാംശം കുറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും പെട്ടെന്ന് റിപ്ലനിഷ് ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ആ ആഹാരത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് പെട്ടെന്ന് കിട്ടുന്നു. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ധാരാളം കിട്ടും, അതേപോലെ ഫ്രൂട്ട്സ് കിട്ടും, വെള്ളം കഴിക്കുക. പക്ഷേ നമ്മൾ എന്തൊക്കെ കഴിക്കാതിരിക്കണം ഇഫ്താറിൻ്റെ സമയത്ത്? ഇഫ്താറിൻ്റെ സമയത്ത് ഇപ്പോൾ സാധാരണ ഉള്ളൊരു ശീലം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ ഫ്രൈഡ് ആയിട്ടുള്ള, പൊരിച്ചതും വറുത്തതും ഫാറ്റും ആയിട്ടുള്ളതും ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. ഇത് മിതമായി കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കഴിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ഫിസി ഡ്രിങ്ക്സ്, സോഡ, അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. വേറെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചായയും കാപ്പിയും കഴിക്കാതിരിക്കുക ധാരാളം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കെഫീൻ ധാരാളമുണ്ട്. കെഫീൻ എന്ന് പറഞ്ഞാൽ ഡയൂററ്റിക്സ് ആണ്. ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂത്രം കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന്
പുറത്തേക്ക് കളയാൻ കഴിവുള്ളൊരു വസ്തുവാണ് ഈ കെഫീൻ എന്ന് പറയുന്നത്. ഇത് ചായയിലും കാപ്പിയിലുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം ചായയും കാപ്പിയും കുടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സോഡ പോലത്തിൽ കഴിച്ചാൽ നമുക്ക് കൂടുതൽ മൂത്രം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ജലാംശം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ജലം നമുക്ക് ലഭിക്കുകയല്ല ചെയ്യുന്നത്, റിപ്ലനിഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നോൺ ഫാസ്റ്റിംഗ് അവേഴ്സ്, അതായത് നമ്മൾ നോമ്പ് തുറന്ന് അടുത്ത നോമ്പ് തുടങ്ങുന്നവരെയുള്ള സമയം നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. എന്നാലാണ് നമുക്ക് ശരീരത്തിൽ വേണ്ടത്ര ജലാംശം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല രാവിലെ നമ്മൾ സുഹൂറിൻ്റെ സമയത്ത് എണീച്ചിട്ടും ഇതേപോലെ തന്നെ ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ മിതമായി കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ സമയത്ത് സ്മോക്ക് ചെയ്യുന്നില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ ദുശീലമായി സ്മോക്കിംഗ് എന്നുള്ള ദുശീലവും മാറ്റാനുള്ളൊരു അവസരമാണ് നോമ്പിലൂടെ നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതാണ് ഞാൻ ശരിയായ രീതിയിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞത്. ശരിയായ രീതിയിൽ നമ്മൾ നോമ്പെടുത്തുകൊണ്ട് അമിതമായുള്ള ആഹാരം ഒഴിവാക്കിക്കൊണ്ട് മിതമായ ഭക്ഷണം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു സാർ തന്നത്. താങ്ക് യു സോ മച്ച്.